അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ LLP, പബ്ലിക് ലിമിറ്റഡ്, SPC തുടങ്ങിയിട്ടുള്ള കമ്പനികൾ തമ്മിലുള്ള ഒരു വ്യത്യാസവും അവയിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അവയുടെ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ മിനിമം 2 പേര് മുതൽ മാക്സിമം 200 പേര് ഷെയർ ഹോൾഡേഴ്സ് വരെ ആകാവുന്നതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ആ കമ്പനിയിൽ നമ്മൾ എത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടോ അതിൽ ലിമിറ്റഡ് ആണ് നമുക്ക് കാണാം. അതുപോലെ തന്നെ അൺപെയ്ഡ് ക്യാപിറ്റൽ നമ്മുടെ കോൺട്രിബ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡെപ്റ്റിന് അല്ലെങ്കിൽ അതിന്റെ ലയബിലിറ്റിക്ക് നമ്മുടെ അൺപെയ്ഡ് ക്യാപിറ്റലിന് കൂടി നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്കതിന്റെ കോംപ്ലിയൻസസ് നോക്കാം. അതായത് ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺസ് ഫയൽ, ഓഡിറ്റ് ഫയലിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കണിശമായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ കൂടിയിട്ടുള്ള ഡയറക്ടർ ബോർഡ് മീറ്റിംഗ്, അതിന്റെ മിനിറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ സാധ്യത എന്താണെന്ന് നോക്കാം. അതായത് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലേക്ക് ഇക്വിറ്റി ഷെയർ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ നമുക്ക് ഒരു ഷെയറിന് ഇത്ര രൂപ കണക്കാക്കി അതിന്റെ ഷെയർ നമുക്ക് സെൽ ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ നമുക്ക് സമീപിക്കാം, ബാങ്ക് ലോൺസ് നമുക്ക് എടുക്കാം. ഇത്തരത്തിലൊക്കെ അതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഷെയറിന്റെ ട്രാൻസ്ഫറിങ് ആണ്. ഷെയർ ട്രാൻസ്ഫർ സാധ്യമാണ്, പക്ഷെ അത് ഷെയർ ട്രാൻസ്ഫർ പോസിബിൾ ആണ്, പക്ഷെ അതെന്ത് വേണം? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ അപ്രൂവലോട് കൂടെ മാത്രമേ ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ട്രാൻസ്ഫറിങ് സാധ്യമാണെന്ന് നമുക്ക് കാണാം. ഇനി അതിന്റെ ടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മളൊരു LLP പോലെയൊന്നുമല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കോർപ്പറേറ്റ് ടാക്സ് നിർബന്ധമാണ് നമുക്ക് കാണാം. ഇത് മീഡിയം മുതൽ ലാർജ് ബിസിനസ്സുകൾക്കൊക്കെ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ ടൈപ്പാണ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന പേരിലുള്ള LLPയിലേക്ക് നോക്കാം. LLPയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് മിനിമം 2 പേര് മുതൽ എത്ര പാർട്ട്ണർമാരെയും ആക്കാം. അവിടെ ഒരു ലിമിറ്റേഷൻ പറയുന്നില്ല. പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് LLPയെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് എത്ര ആളുകളെയും പാർട്ട്ണർമാരെ കൊണ്ടുവരാൻ പറ്റും. പാർട്ട്ണർമാർക്ക് എണ്ണം ലിമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. മറ്റേത് നമുക്ക് കമ്പനിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ്, ഒരു ഉദാഹരണത്തിന് അതിൻ്റെ ഒരു 30% കണക്കാക്കി ആ 30% ഒരു ഷെയറിന് എത്ര വില എന്ന് നിശ്ചയിച്ച് ഷെയറുകളെ എണ്ണം കണക്കാക്കി നമുക്ക് ഷെയർ വിൽക്കാൻ പറ്റും. അതേ സമയത്ത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിക്ക് ഒരിക്കലും ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അതിന്റെ പേഴ്സൻറ്റേജ്, കമ്പനിയുടെ ടോട്ടൽ പേഴ്സൻറ്റേജ് ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആകാനേ പറ്റുള്ളൂ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ എന്നതാണ് മേജർ അതിന്റെ വ്യത്യാസം. എന്നാൽ ഇതിന് മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിന് പേഴ്സൻറ്റേജ് ആണോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു ഹോൾഡ് ചെയ്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ എമൗണ്ടിൽ മാത്രമേ അതിന്റെ ലയബിലിറ്റി വരുള്ളൂ എന്നും കൂടി നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 രൂപയുടെ ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ 600 രൂപയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കാത്തതിനാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള 600 ആണ്, 400 അൺപെയ്ഡ് ക്യാപിറ്റലാണ്. അപ്പം കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി വന്നാൽ
നമ്മൾ നിർബന്ധമായും ബാക്കി 400 നമ്മൾ അടയ്ക്കേണ്ടി വരും. അതേ സമയത്ത് LLPയെ സംബന്ധിച്ചിടത്തോളം LLPക്ക് എത്ര ഡെപ്റ്റ് വന്നാലും, എത്ര കടം വന്നാലും, അല്ലെങ്കിൽ എന്ത് ലാബിലിറ്റി വരികയാണെങ്കിലും അതിൽ നമ്മൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരൊറ്റ എമൗണ്ടിൽ അത് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കോംപ്ലയൻസസ് നോക്കാം. നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡിനെ അപേക്ഷിച്ച് ഇവിടെ അത്ര തന്നെ കോംപ്ലയൻസസ് ഒന്നും ഇതിന് വരുന്നില്ല. മാത്രമല്ല ആനുവൽ ഫയലിംഗ് MCAയിൽ വേണമെങ്കിലും ഇതിൽ ജനറൽ ബോഡി മീറ്റിംഗ്, അതിൻ്റെ മിനിറ്റ്സ്, അത്തരം കാര്യങ്ങളൊന്നും ഫയൽ ചെയ്യണം എന്നില്ല. അതേ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അമെൻമെന്റ് ഉണ്ടെങ്കിൽ അത് ആനുവലി നമുക്ക് ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാവുന്നതാണ് എന്ന രൂപത്തിലാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും ഫണ്ട് റൈസിങ്, ഷെയർ സെൽ ഔട്ട് ചെയ്തിട്ട് റൈസ് ചെയ്യാൻ പറ്റൂല. മറിച്ച് ഇതിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് ഈ LLP ഫേമിന്റെ പാർട്ട്ണർ ആവാനേ ഒരാൾക്ക് പറ്റുള്ളൂ. ഇതിൽ ഷെയർ ഹോൾഡർ ആകാൻ പറ്റില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇൻവെസ്റ്റ്മെന്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട്ണർമാർക്ക് മാത്രമേ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ അതിനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിലെ പാർട്ട്ണർമാർക്കാണ് ഇതിന് മാനേജിങ് കീ റോൾസ് ഒക്കെ ഉള്ളത്. ഇതിൻ്റെ ഷെയർ എന്ന് പറയുന്നത്, ഷെയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഓണർഷിപ്പ് മാറ്റുക എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. നമ്മളൊരു കമ്പനി, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രൊസീജിയറുകളും ഇവിടെ ബാധകമാണ് നമുക്ക് കാണാം. അപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ സാധ്യമല്ല എന്നല്ല, സാധ്യമാണെങ്കിൽ പോലും പ്രൈവറ്റ് ലിമിറ്റഡിലെ ഒരു ഷെയർ ട്രാൻസ്ഫർ പോലെയല്ല ഇവിടെ ഒരു ഷെയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇവിടെ ഷെയർ ട്രാൻസ്ഫർ അല്ല ടെക്നിക്കലി അത് പറയുമ്പോൾ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ ഉടമസ്ഥതയിലുള്ള ഒരു പേഴ്സൻറ്റേജ്, ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് തുല്യമാണ്. ട്രാൻസ്ഫർ പോലെ അല്ല എന്ന് നമുക്ക് കാണാം. മറ്റൊന്ന് ഇതിൻ്റെ ടാക്സ് ആണ്. ടാക്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ LLPക്ക് കോർപ്പറേറ്റ് ടാക്സ് വരുന്നില്ല എന്ന് നമുക്ക് കാണാം. അതേ സമയത്ത് ഇതിന് പാർട്ട്ണർഷിപ്പ് കമ്പനികൾക്കുള്ള ടാക്സുകളാണ് ഇതിന് വരുന്നത്. അതേ സമയത്ത് കോർപ്പറേറ്റ് ടാക്സ് എന്ന തരത്തിലുള്ള ടാക്സിന് ഈ കമ്പനി ബാധകമല്ല. ഇവിടുത്തെ മറ്റൊരു ഗുണം, LLPയിലെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഇതിന് ഉണ്ടാവില്ല. അതേ സമയത്ത് LLP പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ നമ്മൾ ലാഭം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടുമ്പോൾ ആ ഡിവിഡൻഡിൽ നിന്ന് TDS ടാക്സ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഈടാക്കും എന്നുള്ളതാണ്. അവിടെ കമ്പനി അത് ഈടാക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. LLP എന്ന് പറയുമ്പോൾ LLPക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ബാധകമല്ല എന്ന് നമുക്ക് കാണാം. എത്തരം കമ്പനികൾക്കാണ് ഇത് ഈ ഒരു മോഡൽ ബിസിനസ് ടൈപ്പ്, രജിസ്ട്രേഷൻ ടൈപ്പ് സ്യൂട്ട് ആകാന്ന് നമുക്ക് നോക്കാം. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കാണ് ഈ LLP എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്, സ്യൂട്ട് ആവുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് SPC നോക്കാം, സിംഗിൾ പേഴ്സൺ കമ്പനി. സിംഗിൾ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് ഒരൊറ്റയാൾക്ക് തുറക്കാൻ കഴിയുന്ന കമ്പനിയാണ്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഒരു കമ്പനി തുറക്കാം. ആ ഒരു രൂപത്തിൽ തുറക്കുന്ന കമ്പനികൾക്കാണ് SPC, അതായത് സിംഗിൾ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി തന്നെയാണ്. ഇതിൻ്റെ ഒരു ലാബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റഡ് ടു ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ എത്രയാണോ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടിൽ ലിമിറ്റഡ് ആണ് അതിൻ്റെ ലാബിലിറ്റി എന്ന് നമുക്ക് കാണാം. പക്ഷേ നേരത്തെ രണ്ട് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി പ്രൈവറ്റ് ലിമിറ്റഡിനെ അപേക്ഷിച്ചും LLP അപേക്ഷിച്ചും കുറച്ചുകൂടി ഉത്തരവാദിത്തം ഈ SPC കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടും ബാധകമാണെന്ന് നമുക്ക് കാണാം. ഇതിന്റെ ലാബിലിറ്റി അത് ലിമിറ്റഡ് ആണെങ്കിൽ പോലും അതിന്റെ ഡെപ്തിന്റെ അല്ലെങ്കിൽ മറ്റ് ലാബിലിറ്റിന്റെ ഒക്കെ അത് നമ്മളുടെ പേഴ്സണൽ അസറ്റ്സിനെ കൂടി ബാധിക്കാനുള്ള രൂപത്തിലുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. LLPനെ അപേക്ഷിച്ചും അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡിനെ അപേക്ഷിച്ചും കുറച്ചുകൂടി ഈസിയാണ് ഇതിൻ്റെ ഫയലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആനുവൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്നതിൽ കുറച്ചുകൂടിയൊക്കെ ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതേ സമയത്ത് ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ വർഷവും ഫയൽ ചെയ്യണം എന്നത് നിർബന്ധമാണ്.
അതുപോലെ തന്നെ ഇതിന് പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് മിനിറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള നൂലാമാലകളൊന്നും ഈ ഫേമിന് ഉണ്ടാകില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരിക്കലും ഈ കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് നമുക്ക് കാണാൻ പറ്റണം. അതായത് ഒരു SPC കമ്പനിയിലേക്ക് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ കഴിയില്ല. മറിച്ച് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും ഡിഫറെൻറ്റ് ബാങ്കുകളിൽ നിന്ന്, അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് മാത്രം നമുക്ക് ലോൺ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നമ്മൾ കാണേണ്ടത്. അതേ സമയത്ത് ഒരിക്കലും മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു സ്ഥാപനത്തിനോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത തരത്തിലുള്ള മറ്റു കമ്പനികൾക്കൊന്നും ഇതിലേക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ സെൽഫ് ലോൺ, നമുക്ക് നമ്മളുടെ കമ്പനിയിലേക്ക് ലോണായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം. അതേ സമയത്ത് ഒരിക്കലും സാധ്യമല്ലാത്തത് വ്യക്തികളിൽ നിന്നോ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നോ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ ഈ കമ്പനിക്ക് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ഇത് സ്വന്തം ഓണർഷിപ്പിൽ തുടങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി മീഡിയം മുതൽ ലാർജ് ബിസിനസ് വരെ തുടങ്ങാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ ടൈപ്പാണ് നമുക്ക് കാണാം. ഇനി മറ്റൊന്ന് PLC ആണ്, അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എന്ന് പറയുമ്പോൾ മിനിമം 7 ആള് മുതൽ എത്ര ആളുകളെയും ലിമിറ്റേഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പേര് സൂചിക്കുന്നത് പോലെ തന്നെ പബ്ലിക്കിന് ഓണർഷിപ്പ് എടുക്കാൻ പറ്റുന്ന കമ്പനിയാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ല. അതേസമയത്ത് മിനിമം 7 പേര് നിർബന്ധമാണ് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഇതിൻ്റെ ഷെയറിനെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഷെയറിന് പ്രൈവറ്റ് ലിമിറ്റഡിനെ അപേക്ഷിച്ചും LLP അപേക്ഷിച്ചും ഒക്കെ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ മൈക്രോ ഷെയറുകളാക്കിയിട്ട് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൽ നിന്ന് ഷെയർ എടുക്കുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിനോ അല്ലെങ്കിൽ LLPക്കോ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അതായത് നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി അല്ലെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വഴി നമ്മളുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറിനെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അത് ത്രൂ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അതേ സമയത്ത് ഇതിൻ്റെ കോംപ്ലയൻസസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആണ് നമുക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയോ LLP പോലെയോ SPC പോലെയോ അല്ല, ഇത് കൃത്യമായ ഓഡിറ്റിംഗ് നിർബന്ധമാണ്. ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഈ കമ്പനി ശരിക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ മാത്രമല്ല RBIയുടെ കൂടി മോണിറ്ററിംഗ് ഉള്ള ഒരു സ്ഥാപനമായിരിക്കും ഇത്തരത്തിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് പോലെ തന്നെ ഒരു ഡയറക്ടർ ബോർഡായിരിക്കും ഇതിൻ്റെ മാനേജ്മെന്റ് ഉണ്ടാക്കുക നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾക്കാണ് ഇത് സ്യൂട്ടാകുക. ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾക്കാണ്, ചെറിയ സംരംഭങ്ങൾക്കോ മീഡിയം സംരംഭങ്ങൾക്കോ അല്ല, മറിച്ച് വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും സ്യൂട്ടാകുക നമുക്ക് കാണാം. ഇതിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് പ്രധാനമായും ഇതിൻ്റെ ലാബിലിറ്റി എവിടെയൊക്കെ ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മുടെ പ്രൈവറ്റ് സ്വത്തുകളിലേക്ക് അത് ബാധിക്കുമോ ഇല്ലയോ എന്നതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ അതിലേക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ അതിൻ്റെ മാനേജ്മെന്റ് ആരാണ് എന്നതൊരു പ്രധാന ഘടകമാണ്. പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന തരത്തിൽ ആരാണോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്, ഷെയർ ഹോൾഡർമാരിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ ഉള്ള ആളുകളെ നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന ഒരു മാനേജ്മെന്റ് ടീമിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരാവുന്നതും അവരാണ് പ്രൈവറ്റ് ലിമിറ്റഡിൽ അത് മാനേജ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക്കായി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും 200 ആളുകൾ വരെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മിനിമം 2 ആൾ മുതൽ 200 ആളുകൾ വരെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഫണ്ട് റേസിങ് അതിൽ സാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ലാർജ് സ്കെയിൽ ബിസിനസ്സുകളാവട്ടെ, അല്ലെങ്കിൽ പിന്നെ മീഡിയം ബിസിനസ്സുകളാവട്ടെ, സ്റ്റാർട്ടപ്പുകളാവട്ടെ, ഇതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു രജിസ്ട്രേഷനും കൂടിയാണ്. ഇനി നമുക്ക് LLPയുടെ ഗുണങ്ങൾ പറയാം. LLP വളരെ സ്ട്രിക്ട്ലി അതിലേക്ക് എത്രയാണോ എമൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ ആരാണോ അതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായി വരുന്നത് അവരാണ് അത് മാനേജ് ചെയ്യണത് നമുക്ക് കാണാം. അതിൻ്റെ മാനേജ്മെൻറ്റ് റോൾ കൃത്യമായി ആരാണോ അതിൻ്റെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് വരുന്നത് അവർക്കാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് പവർ ഉള്ളത്. അതുപോലെ തന്നെ ഒരിക്കലും ഇതിലേക്ക് ഒരു ഷെയർ സെല് ചെയ്യാനോ ഫണ്ട് അങ്ങനെ റേസ് ചെയ്യാനോ പറ്റില്ല. നേരെ മറിച്ച് ബാങ്ക് ലോൺ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട്ണർമാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പാർട്ട്ണർമാർ എത്ര എണ്ണം ഉണ്ടാകണം എന്ന കാര്യത്തിൽ നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിൽ ഒരു കാര്യം, മിനിമം 2 പാർട്ട്ണർമാരെങ്കിലും വേണം എന്നുള്ളതാണ്. ഇതും തന്നെ ലാർജ് സ്കെയിൽ അതുപോലെ തന്നെ പിന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾക്കൊക്കെ പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടിയും അനായാസേന ഇതിൻ്റെ ഫയലിംഗ് മറ്റ് പബ്ലിക് ലിമിറ്റഡും അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡിനും ഒക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും ആയാസകരമാണ് നമുക്ക് കാണാം. പബ്ലിക് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾക്കും അതേപോലെ ഹ്യൂജ് ഫണ്ട് റേസിംഗ് ഒക്കെ ആവശ്യമുള്ള എക്സ്ചേഞ്ചുകൾ മുഖേനയൊക്കെ ഷെയർ എടുക്കാനൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ SPC എന്ന് പറയുമ്പോൾ സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ലാതെ ഫണ്ട് റേസിങ്ങിൻ്റെ ആവശ്യമില്ലാതെ സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കമ്പനി SPC ആണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കഴിയുന്നതുപോലെ പിന്നീട് അറിയാത്തത് പഠിച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ലൈഡായി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ആ സ്ലൈഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.